ഷഹൽ മണാലിയാണ്. എന്താല്ലേ അവൻ്റെ ലൈഫ്? ഫുൾ ട്രിപ്പ്, ബൈക്ക്, ഗേൾസ്, ചില്ല്. ഇതിനൊക്കെ എവിടുന്ന പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നിസാമില്ലേ, അവൻ ഗൾഫ് പോവുക. എന്തോ 1-2 ലക്ഷം രൂപേൻ്റെ ശമ്പളമൊക്കെ ഉണ്ടെന്നാണ് കേട്ട്. നമ്മളവിടെ എങ്ങനെ പണിയെടുത്ത് 15-20 കൊണ്ട് എപ്പം നന്നാവാനാ? പിന്നെ ഈ അറിഞ്ഞോ ആയിഷൻ്റെ പിയാപ്പിള ഓളെ ഗൾഫ് കൊണ്ടുപോയിക്കണ്. 1 മാസം എന്നൊക്കെ പറഞ്ഞേ, പക്ഷേ 2-3 മാസം നിൽക്കും, വിസ എക്സ്റ്റെൻഡ് ആക്കും എന്നൊക്കെ കേൾക്കുന്നത്. നമ്മളാളിയൻ എന്നാ നമ്മളെ പെങ്ങളൊക്കെ കൊണ്ടുപോകാവോ? ദർട്ടീസ്. ഇതുപോലെ നമ്മളും പല സമയങ്ങളിലും പല കാര്യങ്ങളും ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ നന്നാവുമ്പോൾ സ്വയം വട്ടപൂജ്യമായി നിൽക്കുന്നത് സങ്കടം തന്നെയാണ്. ആ ഫീലിംഗ് എനിക്കും അറിയാം. ബാക്കിയുള്ളവർ നന്നാവുന്നതിന് അസൂയാണ് എന്നൊക്കെ സ്വയം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും അത് നമ്മൾ സ്വയം വളരാതെ നിൽക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടമാണ്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു സാഡ്നെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഓൾസോ നോൺ ആസ് മെൻ്റൽ ഹെൽത്ത് ഡിസ്ട്രക്ഷൻ ഫ്രം കമ്പാരിസൺ. പക്ഷേ ഒന്നിരുന്ന് ചിന്തിച്ചാൽ ഇറ്റ്സ് ഡംപ്. അത് വിഡ്ഢിത്താണ്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സാഹചര്യങ്ങളാണ്, അവരുടേതായ ജീവിത രീതിയാണ്. എനിക്ക് എൻ്റെ വീട്ടിലുള്ള സാഹചര്യമല്ല ഷഹലിൻ്റെ വീട്ടിലുണ്ടാകുക. എൻ്റെ വീട്ടിലുള്ള പോലെ സമാധാനം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ ട്രിപ്പിൽ ഇങ്ങനെ നടക്കുന്നത്. അള്ളാഹുവല്ലോ, തമാശ പറയല്ല, കാര്യം പറയാണ്. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നല്ലത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നൊരു മേജർ കാര്യമുണ്ട്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. നിങ്ങളിപ്പോൾ ഈ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ് നോക്കുന്നില്ലേ, വായിക്കാൻ പറ്റുന്നില്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത എന്നെയും നിങ്ങളെയും പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ശരീരം ഉപയോഗിക്കാൻ കഴിയാതെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് സ്വന്തം കുടുംബം വരെ പ്രാക്കുന്ന ഒരു ലോഡ് ആളുകൾ ഇന്ന് ഈ ഇന്ത്യയിൽ സുലഭം. നമ്മളും അവരെ പോലെ തന്നെ മനുഷ്യരാണ്, അവരെക്കാൾ എത്രയോ ഉഷാറാണെന്ന് ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അള്ളാഹുവിനെ എൻ്റെ ഒപ്പം സ്തുതിച്ചോളി. അൽഹംദുലില്ലാ, നമ്മൾ അത്രക്കൊന്നും കഷ്ടപ്പെടുത്താത്തതിന്. ഇതുപോലുള്ള ഫിലോസഫിയൊക്കെ 1400 കൊല്ലം മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കും ഇത് ഭയങ്കര ഡെപ്ത് തോന്നി. പക്ഷേ ഇപ്പോൾ നമ്മുടെ കമ്പാരിസൺ പ്രോബ്ലത്തിന് ഫുൾ സൊല്യൂഷൻ കിട്ടിയില്ലല്ലോ. എല്ലാ കാലത്തും നമുക്ക് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവരെ നോക്കി നിൽക്കാനൊന്നും പറ്റൂലല്ലോ. കാരണം ഇപ്പോഴൊന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ അടുത്ത ചങ്ങായി മാൽഡീവ്സ് പോയിൻ്റെ ഫോട്ടോ കാണാം. സോ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതിനൊരു കീ വേർഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് ഹൗ. എങ്ങനെയാണ് എൻ്റെ ഈ ചങ്ങായി ഈ ചെയ്യുന്നത്? എന്തൊക്കെ റിസ്കുകൾ എടുത്തിട്ടാണ്, എന്തൊക്കെ സാക്രിഫൈസുകൾ ചെയ്തിട്ടാണ്, എന്തൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടാണ്, എന്തൊക്കെ എഫേർട്ടുകൾ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് തന്നെ അറിയാം, ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ ഒരു പെർഫെക്റ്റ് പിക്ക് കിട്ടാൻ 100 കണക്കിന് ഷോർട്സും ആംഗിളും മാറ്റി എടുക്കുന്നതാണ്. സോ എല്ലാം ഈസി ആയിട്ട് കിട്ടുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈസി ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ അതിന് വലിയ ഒരു വൈബില്ല. എന്നാലും നമുക്ക് ഇപ്പം കിട്ടുന്നതിൽ നമ്മൾ നന്ദിയുള്ളവരാണ് കേട്ടോ. ശുക്രൻ യാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്? എങ്ങനെ അവൻ ചെയ്തു? ഇനി എങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം? അല്ലെങ്കിൽ നമുക്കിത് വെർത്താണോ? ഇത് നമുക്ക് പറ്റിയ പണിയാണോ? ഇഫ് ദ ആൻസർ ഈസ് നോ, മാഫി മുഷ്കിൽ, നോ പ്രോബ്ലം, വിട്ട് കളയണം. ഇനി നമുക്ക് അതുപോലെ വേണമെങ്കിൽ യു ഹാവ് ടു ഹാവ് വിഷൻ, പ്ലാനിങ്, ഹാർഡ് വർക്ക്, തവക്കുൽ, അറ്റ് ലാസ്റ്റ് ക്ഷമ വേണം. ഈ ലാസ്റ്റത്തത് ഇല്ലെങ്കിൽ പിന്നെ ഒക്കെ വെറുതെ ആണ്. ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്താം. ഞാനും കുഴങ്ങിക്ക് കുറേ നേരമായില്ല വർത്താൻ പറയുന്നു. അപ്പോൾ ഫസ്റ്റ് വിഷൻ. ഇതാണ് നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. എവിടെ എത്തണം, ആ ഒരു പോയിന്റ് എത്തിയാൽ ലൈഫ് എങ്ങനെ ഉണ്ടാകണം, എന്ത് തിന്നും കുടിക്കും, എവിടെ ജീവിക്കും, കൂടെ ആരൊക്കെ ഉണ്ടാകണം, ഡെയിലി എന്ത് ചെയ്യും, അങ്ങനെ വിശദമായിട്ട് ഇരുന്ന് ഇമാജിൻ ചെയ്യുക. 2, പ്ലാനിങ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ആ ഒരു വിഷൻ അല്ലെങ്കിൽ ഡ്രീമിലേക്ക് എത്താനുള്ള റഫ് പ്ലാനിങ്. പഠിച്ച് ഡിഗ്രി എടുത്ത് PG എടുത്ത് ഗൾഫിൽ പോകും, US പോകും, എക്സ്ട്രാ. ഈ പ്ലാന് ഭയങ്കര വിശദീകരിച്ച് വേണമെന്നില്ല, കാരണം പ്ലാൻസ് ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു ലൈഫ് സിറ്റുവേഷൻ. സോ അതിന് ഓവർ നൻപരുത്, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. 3, ഹാർഡ് വർക്ക്. ഉണ്ടാക്കിയ പ്ലാനിന് അക്കോർഡിംഗ് ആയ ഹാർഡ് വർക്ക് ചെയ്യുക. ഇതിന് എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ, പട്ടി പണിയെടുക്കുക. 4, തവക്കുൽ. നിങ്ങളെ വിഷൻ അല്ലെങ്കിൽ ഡ്രീം പടച്ചോന് വിട്ടുകൊടുക്കുക. എന്നിട്ട് ഹാർഡ് വർക്ക് നിർത്തി വീട്ടിൽ കുത്തിരിക്കാനല്ല, നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി പടച്ചോൻ പ്ലാനിൽ മാറ്റം വരുത്തും. നിങ്ങളെ വിഷനിലേക്ക് എത്താനുള്ളത് ചിലപ്പോൾ അതിൽ നല്ല അവസ്ഥയിലായിരിക്കും. മൂപ്പരെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. 5, ക്ഷമ. ഇന്നത്തെ ആൾക്കാർക്ക് ഏറ്റവും കുറവുള്ള ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും, റിസൾട്ട് ഉണ്ടാവില്ല. ക്ഷമ എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നല്ല, ഒന്ന് പോസ് ചെയ്ത് എവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം, എങ്ങനെ അടിപൊളിയാക്കാം എന്ന് ശ്രദ്ധിച്ച് മാറ്റങ്ങൾ മെല്ലെ മെല്ലെ വരുത്തി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യലാണ്. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം, വിത്ത് ഫെയ്ത്ത് ഇൻ അള്ളാഹ്, വിത്ത് ദ പവർ ഫ്രം അള്ളാഹ്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. അപ്പോൾ ആദ്യം ഹൗ എന്ന് ചോദിക്കുക, അത് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. വേണ്ട എന്നാണെങ്കിൽ മാഫി മുഷ്കിൽ വിട്ടുകളയണം. വേണമെന്നാണെങ്കിൽ 1 വിഷൻ, 2 പ്ലാനിങ്, 3 ഹാർഡ് വർക്ക്, 4 തവക്കുൽ, 5 ക്ഷമ. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ ഇട്ടോളി. ഞാനും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.